ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ ചെങ്കേസി ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 3 സ്പൂണ് തൈര്. അത് പുളിയില്ലാത്ത തൈരാട്ടോ. 3 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം വെക്കണം. ഇപ്പം ഞാനിതിങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ ഓയിൽ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു ബേ ലീഫ്, 3 ഏലക്ക, ഒരു കുഞ്ഞ് കഷ്ണം പട്ട, 2-3 ഗ്രാമ്പു ഇതിട്ടു. ഇനി നമുക്ക് നമ്മൾ ഈ ഇളക്കി വെച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് ഇത് ഇടുന്നതുകൊണ്ടാട്ടോ ശരിക്കും ഇത് കുറച്ച് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്, സോറി. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതുകൂടാതെ ഒരു ഉള്ളി, വലിയ ഉള്ളി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതും പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഒരു വലിയ ഉള്ളിയും 2 തക്കാളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്തും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടെ ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് അതിലിട്ടൊന്ന് യോജിക്കട്ടെ കേട്ടോ. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ അരച്ചൊഴിച്ചു, നന്നായിട്ട് തിളച്ചു. ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, സാദാ പാല്. പിന്നെ നമ്മൾ കശുവണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി, ആ ഉള്ളി ഒന്ന് പൊടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പിന്നെ ഉള്ളി ചേർത്തു. പിന്നെ പ്രധാനപ്പെട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസൂരി മെത്തി അതും കൂടി ചേർക്കണം. എൻ്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ പോയി, അപ്പോൾ പെട്ടെന്ന് ഞാൻ സ്റ്റക്കായിപ്പോയി. അതാണ് ഒരു സൗണ്ട്, വലിയൊരു സൗണ്ടൊക്കെ കേട്ടത് കേട്ടോ. അപ്പോൾ കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളുടെ കറി റെഡിയായി. ഇതൊന്നും കൂടെ തിളച്ചിട്ട് ഇതിലേക്കൊന്ന് ഒരു സാധനം കൂടെ ചേർത്താൽ നമ്മളുടെ കറി റെഡിയായി. അപ്പം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ടൊന്നും കൂടെ ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണേ. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകും. അപ്പം ഞാനിതിൻ്റെ കൂടെ അപ്പമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വല്ലാണ്ട് തിക്കാക്കിയിട്ടില്ല, കുറച്ച് ലൂസായിട്ടാണ് ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടെ തിക്കാക്കാം. അപ്പം അതൊന്നും കൂടെ വറ്റിയാൽ മതി. അല്ലെങ്കിൽ കശുവണ്ടി കുറച്ചും കൂടെ അധികം അരച്ച് ചേർത്താലും അത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പം നമ്മുടെ കറി ഇതാ തിളച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടു. അതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി. ഇനി ഞാനിതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം കൂടി ഇടുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ഇടുന്ന സാധനം ഇതാണ്. ഇതെന്താണെന്ന് നിങ്ങൾ ഇത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ സാധനം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് എത്ര പേർക്ക് അത് മനസ്സിലായി നോക്കട്ടെ, ഇതെന്താ ഞാൻ ഇട്ട സാധനം എന്ന്. ജസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.